വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ അബിയു ചെടികൾക്ക് ചെയ്യുന്ന വളപ്രയോഗമാണ്. അപ്പോൾ നമ്മൾ കോഴിവളം, പിന്നെ അതുപോലെ സെറാമിൽ എന്ന് പറഞ്ഞൊരു വളം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരുന്നു. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ സെറാമിൽ, പിന്നെ ഒരു 10-15 കിലോ കോഴിവളം. ഈ കോഴിവളം നമ്മൾ ചെയ്തിരിക്കുന്നത്, കോഴിവളം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ചവറ് അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ഇവിടെ മൂടിയിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മാസമായി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ വളം നമ്മൾ എടുക്കുകയാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കോഴിവളമായിട്ട്. അപ്പോൾ ഇവിടെയാണ് കളച്ചെടുക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ കോഴിവളം, നമ്മളുടെ പച്ചക്കറി വേസ്റ്റൊക്കെ മിക്സായിട്ട് വരുന്ന വളം ഉണ്ടോ. ഈ സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 15 കിലോ ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 50-70 ചാക്ക് ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് കോഴിവളം. പിന്നെ ഇതുപോലെ ചവറ്, ഈ കാണുന്ന ചവറുകൾ നമ്മളിങ്ങനെ കൂട്ടിയിടും, അതും ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവും കുറേ. ഇതിപ്പോൾ ബാലൻസ് അതിന് ശേഷം വന്ന ചവറുകൾ ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ മണ്ണിട്ടൊന്ന് മൂടിയിടുകയാണ്. നമ്മൾ ശരിക്കും ഇനിയിപ്പോൾ ജാതിക്കൊക്കെ വളം ചെയ്യാൻ തുടങ്ങും, അപ്പോഴാണ് പൂർണ്ണമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം മണ്ണിട്ടിങ്ങനെ മൂടിയിട്ടേക്കും. ഇതിപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ് ഇവിടുന്ന്. നമ്മൾ സ്റ്റെറാമിൽ നല്ല ബോൾസ് രൂപത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു ഗ്രാനുവൽ രൂപത്തിലുള്ള വളമാണ്. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇത് നമ്മുടെ കോഴിവളം, ഇത് 3 കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള ചവറുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാം ആദ്യം തന്നെ. അതിന് ശേഷം വളം ഇട്ടിട്ട് ഈ ചവറ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും നനച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ആ കടയിൽ നിന്ന് കുറച്ച് അല്പം ഒരടി അങ്ങോട്ട് നീക്കി ചുറ്റും ഇട്ട് കൊടുക്കാം. ശരിക്കും സ്റ്റെറാമിൽ ശരിക്കും വെള്ളം ചെന്നാലാണ് അലിഞ്ഞ് ശരിക്കും മണ്ണോട് ചേർന്ന് വളമായിട്ട് രൂപാന്തരപ്പെടണം. ഇതിൽ ശരിക്കും എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ആദ്യമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ കൃഷിഭവനിൽ നിന്ന് ഇപ്രാവശ്യം സബ്സിഡി ഇനത്തിൽ കിട്ടിയതാണ് ഈ ഗ്രാനുവൽസ്. ഇട്ട് കൊടുക്കാണ്. സെറാമിക്കിൻ്റെ മുകളിലൂടെയാണ് ഇട്ട് കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് അധികം കീടങ്ങളൊക്കെ ചെടീനെ ആക്രമിക്കാതിരിക്കാൻ, എന്തെങ്കിലും ഫംഗസ് ബാധ അങ്ങനെയുള്ളതൊക്കെ ചെറുക്കാനൊക്കെ, തണ്ടുരുപ്പം പുഴു അങ്ങനെയുള്ളതിനൊക്കെ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അതാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കുറച്ചൊന്ന് പരത്തി കൊടുക്കുക, ഇട്ടത് കറക്റ്റാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശരിക്കും നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പൊതയിട്ട് കൊടുക്കുക. നമ്മളിത് ശരിക്കും നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ എന്നാലാണ് നമ്മൾ സെറാമിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റുന്നൊരു രൂപത്തിലേക്ക് വരുള്ളൂ. നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. നനച്ചതിന് ശേഷം പൊതയിട്ട് കൊടുക്കുക. വേനലാണ്, അപ്പോൾ വെള്ളം ബാഷ്പീകരിച്ച് പോകാതിരിക്കാനാണ്
അപ്പോൾ ആ നനവ് എപ്പോഴും അടിയിലുണ്ടാവും. പിന്നെ ഇതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ജൈവവളങ്ങൾ ചെയ്തു. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോൾ DAP എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ചെടികൾ പൂക്കാത്ത ചെടികൾ പൂക്കും. അതുപോലെ പൂത്തതിന് ശേഷം കായ്കൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, കൊഴിഞ്ഞു പോകുന്നതൊക്കെ. അപ്പോൾ അത് കായ പിടിക്കും. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. 10 ദിവസത്തിന് ശേഷം DAP ഇടുക ജൈവവളത്തിന് ശേഷം. അത് ഒരു 100 ഗ്രാം മാക്സിമം ചുറ്റും ഇട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുക.